അഹമ്മദ് മാഷെ, കേരള മൈഗ്രേഷൻ സർവേ 2023 പുറത്തു വന്നിട്ടുണ്ട്. അതായത് മലയാളികൾ വിദേശത്തേക്ക് കുടിയേറിയതിൻ്റെ തിരിച്ചു വരുന്നതിൻ്റെയൊക്കെ കണക്ക് പറയുന്നൊരു സർവേ ആണത്. അത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IIMD ആൻഡ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള സർവേ ആണ്. അതനുസരിച്ചിട്ട് പിന്നെ ഗൾഫിൽ നിന്ന് ഒക്കെയുള്ള ഈ തിരിച്ചുവരവ്, അങ്ങോട്ടുള്ള യാത്രയല്ല, തിരിച്ചുവരവാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 4,95,962 പേര് തിരിച്ചു വന്നിരിക്കുന്നു. 38.3%. പോയവരിൽ 38.3% എന്ന് പറഞ്ഞാൽ 40% എടുക്കാം തിരിച്ചു വന്നിരിക്കുന്നു. കോവിഡ് കാലത്ത് കുറേ ആളുകൾക്ക് ജോലി ഇല്ലാണ്ട് പോയി. 18.44% പേര് ആ സമയത്ത് തിരിച്ചു വന്നിരുന്നു. ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നവർ 13.8%. ശമ്പളം കുറവാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നവർ 7.5%. പറഞ്ഞ ജോലിയിലുള്ള കണ്ടീഷൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് കുറേ പേര് തിരിച്ചു വന്നു, 11.2%. രോഗം, അപകടം, കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നവർ 16.1%. നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം പറഞ്ഞ് 10.2%. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു വന്നവർ 12.1%. 1980 മുമ്പ് ഇത് 0.2, 1980-89 1.8, 1990-99 7.2, 2000-2004 5.2, 2005-2009 9.1, 2010-2014 അതാണ് നമ്മൾ നോക്കണ്ടേ 18%. 2010-2014, 2015-2019 30.9. അങ്ങനെയാണ് ഇതിൻ്റെ സംഗതികൾ ഉണ്ടായിരുന്നത്. കുടിയേറ്റം 30 വർഷമായി. ഇപ്പോൾ 1998 ആദ്യത്തെ സർവേ, ഈ പറഞ്ഞ സർവേ ആദ്യമായിട്ട് നടന്നത്. അന്ന് 14 ലക്ഷം. 2003 2018 18 ലക്ഷം അങ്ങോട്ട് പോയത്. 2008 22, 2013 24, 2018 21. അപ്പോൾ അങ്ങോട്ടുള്ള പോക്കും അങ്ങനെയാണ്. കുട്ടികൾ പൊതുവെ പോകുന്നത് ഉന്നത പഠനത്തിന് എന്ന് പറഞ്ഞിട്ടാണ്. ആണ് കുട്ടികൾ ഉന്നത പഠനത്തിന് എന്ന് പോകുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കുടിയേറ്റത്തിൽ 11.3% വിദ്യാർത്ഥികളാണ് ഉന്നത പഠനത്തിന് പോകുന്നവർ. 2018 1,29,763 കുട്ടികൾ പോയിരുന്നത് ഇപ്പോൾ ഇരട്ടിച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം കുട്ടികൾ ഉന്നത പഠനത്തിന് പോയിട്ടുണ്ട്. 76.9% ലേബർ എമിഗ്രൻസ് ആണ്, തൊഴിലാളികൾ, ചെറിയ പണിയെടുക്കുന്നവരാണ്. ഇതിൽ ഈ 2.5 ലക്ഷം കുട്ടികൾ എന്ന് പറഞ്ഞതിൻ്റെ കണക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോടി രൂപ അങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞ് കൂട്ടിയാൽ തന്നെ 2,500 കോടിയോ എന്തോ വരുന്ന മുമ്പ് ഞാനൊന്ന് കണക്ക് കൂട്ടിയിരുന്നതാണ്. 5 ലക്ഷം ഒന്നും അല്ലല്ലോ. ഈ MS പോകുന്നവർ 35 ലക്ഷം 40 ലക്ഷം ഒക്കെ മുടക്കില്ലേ. ഇനി ഇങ്ങോട്ട് വരുന്ന പൈസയുടെ കാര്യം പറയാം. 2023 വന്നത് 3,16,893 കോടി രൂപ. രൂപയാണോ ഡോളറാണോ? ഞാനത് ഡോളറിലേക്ക് കൺവെർട്ട് ചെയ്തു. സോറി, ഡോളറിൽ നിന്ന് രൂപയിലേക്ക് കൺവെർട്ട് ചെയ്തു. 3,16,893 കോടി രൂപ. ഏത് കാലം? 2023. 3 ലക്ഷം കോടി എന്ന് പറയുന്നതേ 3 ലക്ഷം കോടി. 2018 ഇത് 85,092 കോടി മാത്രമായിരുന്നു.
അപ്പോൾ 154.9% കൂടി. പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ആളോഹരി 61,118 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ 26%. അതിൽ ഇനി മുസ്ലിം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയാം. ഈ പോക്കിലും വരവിലോ? അതെ അത് പറയാം. മുസ്ലിം പോപ്പുലേഷൻ 26% കേരളത്തിൽ. അതിൽ ഇവിടെ നിന്നുള്ള കുടിയേറ്റക്കാരിൽ 40% മുകളിൽ മുസ്ലിങ്ങളാണ്. 41.9% മൊത്തം കുടിയേറിയവരിൽ. അത് കൂടുതലും ഗൾഫായിരിക്കും. അതുകൊണ്ടാണ്. ഹിന്ദുക്കളും 35.2%. ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ 54%. ക്രിസ്ത്യാനികൾ 22.3%. അവരുടെ ജനസംഖ്യ 18%. അപ്പോൾ കുടിയേറ്റക്കാരിൽ ഏതാണ്ട് പകുതിയും മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ തിരിച്ചുവരവ് 38.3% വന്നിരിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം പുനരധിവാസ ഇത് മുൻകൂട്ടി കണ്ടിട്ടോ ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ശ്രദ്ധിച്ചോ തോന്നുന്നു ഒരു പുനരധിവാസ നയം രൂപീകരിച്ചിട്ടില്ല. ഇങ്ങനെ തിരിച്ചു വരുന്നവരെ എന്താണ് ചെയ്യുക? ഒരു വോള്യം സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല വേണ്ടത്ര ഈ തിരിച്ചുവരവിൻ്റെ ഒരു വോള്യം. ഈ തിരിച്ചുവരവ് ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക? അല്ല, ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സാർ. ഒന്നാമത് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് ഒരു ഭീതിയോടെ കണ്ടിരുന്ന, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്ത് ചെയ്യും, ഇനി ഓരോ വരവ് വന്നാലും എനിക്ക് പോകാൻ ഇഷ്ടമില്ല, പോകാതെ എങ്ങനെ പോകാതിരിക്കും എന്നൊക്കെ ചോദിച്ചിരുന്നൊരവസ്ഥ പതുക്കെ മാറിയിട്ടുണ്ട്. അതൊരു മൈൻഡ് സെറ്റിൽ വന്ന വലിയ മാറ്റമാണ്. ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ കണക്കെടുപ്പ്, ആദ്യത്തെ കണക്കെടുപ്പ് വന്ന് 98-ലാണെന്നല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഗൾഫ് പ്രവാസം, പ്രത്യേകിച്ച് നമുക്ക് അടുത്തറിയാവുന്നൊരു പ്രവാസം നിലക്ക് എനിക്ക് തോന്നുന്നു മലബാർ കഴിഞ്ഞാൽ പിന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ യൂറോ അമേരിക്കൻ ഒക്കെ ഉള്ളത് മധ്യ തിരുവിതാംകൂറിലും അങ്ങോട്ടൊക്കെയാണല്ലോ, തെക്കോട്ടാണ്. മലബാറിൻ്റെ ഒരു അവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഗൾഫ് പ്രവാസം തന്നെ. അതിലിപ്പോൾ മുസ്ലിം പങ്കാളിത്തം കൂടുന്നത് അവിടുത്തെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ പുറത്തു പോകാമായിരുന്നു. കാരണം ഈ ഹജ്ജ് ഉംറ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ പേഴ്സൻറ്റേജ് പ്രവാസികളിൽ കൂടുന്നതിൻ്റെ ഒരു കാരണം അതാ. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഹജ്ജിന് സബ്സിഡി ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ ആദ്യകാലത്ത്. അപ്പോൾ ഹജ്ജിന് പണം അടച്ചിട്ട് പടച്ചവനെ പറ്റിക്കും. എന്നുവെച്ചാൽ അവിടെ പോയി ഹജ്ജിൻ്റെ ചടങ്ങുകളൊക്കെ ഒരു കാട്ടിക്കൂട്ടിയിട്ട് തിരിച്ചു പോരുമ്പോൾ ഹജ്ജ് ടീമിൽ നിന്ന് മുങ്ങും. അങ്ങനെയാണ് ഹജ്ജ് വിസ എന്ന് പറയുന്നത്. ഉംറ വിസ എന്ന് പറഞ്ഞാൽ ഉംറക്ക് പോകും ഇതുപോലെ. ഹജ്ജിനാണെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലേ പറ്റുള്ളൂ, അതിന് പണം അടച്ച് കാത്തിരിക്കണം. ഉംറ വിസ എല്ലാവർക്കും എപ്പോഴും പോകാം. അപ്പോൾ ഹജ്ജ് വിസയിലോ ഉംറ വിസയിലോ പോയിട്ട് തിരിച്ചു പോരാതെ തീർത്ഥാടനത്തിന് എന്ന രീതിയിൽ സൗദി അറേബ്യൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് പിച്ചക്കാർ പോകുന്നു എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് ഈ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന യഥാർത്ഥത്തിൽ പിച്ചെടുക്കാൻ നല്ല വരുന്നവരുണ്ട്. പക്ഷേ കേരളീയർ പോകുന്നത് മുങ്ങിയിട്ടാണെങ്കിലും അവിടെ അധ്വാനിക്കാനാണ്. നല്ലൊരു ശതമാനം അവിടെ മുങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഉദാരന്മാരായ അറബികളുടെയൊക്കെ ഒരു അടിമപ്പണിയായിരിക്കും എടുക്കുക. അവർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടായിട്ട് എടുക്കുക. എല്ലാതരം അവരുടെ എല്ലാ ദുശീലങ്ങളും സഹിച്ചിട്ടായിട്ടും നിൽക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായുമ്പോൾ അവൻ്റെ ഖദ്ദാമായിട്ട് വിസ കൊടുക്കും. അങ്ങനെ നിന്നവരാണ്. അപ്പോൾ അതാണ് ഈ പേഴ്സൻറ്റേജ് കൂടാൻ കാരണം. പക്ഷെ അന്ന് അവരുടെ ഒരു വലിയ ആശങ്ക അതായിരുന്നു. അവരുടെ ഒരേ ഒരു ആസ്തി ഒരു പക്ഷേ ഇവിടുന്ന് പോയിട്ടുണ്ടാകുക ഉംറ വിസക്ക് കാശ് കൊടുക്കാൻ ആകെയുള്ള ഭൂമിയുടെ ആധാരം കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ വെച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ അവൻ ആസ്തിയിൽ മാറ്റം. ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ലൊരു ശതമാനം പേര് പിന്നീട് വളരെ ശ്രദ്ധാപൂർവം തന്നെ അവർക്ക് അവരുടേതായ ആസ്തിയും പുരോഗതിയും ഉണ്ടാക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗൾഫ് അവൻ്റെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. ഇവിടുന്ന് സ്കൂളിൽ പോലും പോകാതെ പോയവൻ പോലും ഗ്ലോബലി വെൽ ട്രെയിൻഡായി. അത് തന്നെ സംരംഭകത്വം വന്നു. അതായത് അവർക്ക് ഏത് ഗ്ലോബൽ സ്കില്ല് വന്നു. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഇതിനു മുമ്പ് സാറ് പറഞ്ഞു ഈ തിരിച്ചുവരവ് ആരംഭിച്ചത് അവിടെ സ്വദേശിവൽക്കരണം തുടങ്ങിയപ്പോഴാണ്. ഗൾഫിൽ നിതാക്കാത്ത് എന്നാണ് അതിന് പേര്. അവിടെ ഈ കുട്ടികൾ വന്നിട്ട് ഞാൻ കാണിച്ചത് എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും വലിയ ബേജാറൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വന്നതിൻ്റെ പിറ്റേന്ന് ഇവിടെയൊക്കെ കുട്ടികൾ പണ്ട് ഈ സാറിന് ഓർമ്മയുണ്ടാവില്ല, മലബാറിലൊക്കെ മത്സ്യം വിൽക്കുന്നത് റോഡ് സൈഡിൽ കൊട്ട, ഈ മെടഞ്ഞുണ്ടാക്കിയ മുളയുടെ കൊട്ടയിലാണ് വിൽക്കുക. തേക്കിൻ്റെ ഇലയിലാണ് പൊതിഞ്ഞു കൊടുക്കുക. ആ കൾച്ചറിന് പകരം
ഫിഷ് ഹബ്ബുകൾ തുറക്കാൻ തുടങ്ങിയവർ, നല്ല കഫേകൾ വരാൻ തുടങ്ങി, കഫറ്റീരിയകൾ വരാൻ തുടങ്ങി. അവിടെ ഉണ്ടാക്കിയ അറേബ്യൻ ഫുഡ് നമ്മുടെ തെരുവിലെ മുഴുവൻ ബോർഡുകളായിട്ട് മാറി. അങ്ങനെയാണ് ഈ മന്തി ഒക്കെ വരുന്നത്. മന്തി, ഷവായ, ഈ പറഞ്ഞ അറേബ്യൻ ഫുഡ് മുഴുവൻ. എത്രയോ കാലം 1983 ഞാൻ കോഴിക്കോട് ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ ആ മാവൂർ ബസ് സ്റ്റാൻഡൊക്കെ നിൽക്കുന്ന ആ പ്രദേശമില്ലേ, ഒരു വികസനവും ഇല്ലായിരുന്നു. ഇപ്പൊ വലിയ നഗരം ഭയങ്കരമായിട്ട് മാറി. വലിയ ഫ്ലൈ ഓവറുകൾ, റോഡുകളും. ഒന്ന് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു, ഇൻവെസ്റ്റ് ചെയ്തു. വളരെ പതുക്കെയാണെങ്കിലും അവനവനെ കൊണ്ടാവുന്ന വിധം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തു. നമ്പർ 2, ഇവർക്ക് ഈ ലേബർ സ്കില്ലുണ്ടല്ലോ, ജീവിക്കാനുള്ള എൻ്റർപ്രണർഷിപ്പും ജീവിക്കാനുള്ള തൊഴിൽ സംസ്കാരവും ഇവർ ആർജിച്ചു. അതിനുള്ള വലിയ വിദ്യാഭ്യാസം ഇവർക്ക് കിട്ടി. ഭാഷാപരമായ മികവുണ്ടായി. ആരോട് ഏത് കസ്റ്റമർ വന്നാലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വേണ്ടത് ഹിന്ദിയും ഇംഗ്ലീഷും ആണല്ലോ. അവിടെ അറബി മതിയായിരുന്നെങ്കിൽ ഇവിടെ ഇത് രണ്ടും നന്നായിട്ട് ഉപയോഗിക്കാൻ അവർ ആ വിദ്യാഭ്യാസ കാലത്ത് സാധിച്ചു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവർ തിരിച്ചു വരുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആ വ്യത്യാസം സാറിന് മലബാറിലെ ഏതെങ്കിലും ഒരു പ്രവാസി, ഒരു വീട്ടിൽ ഓരോ വീട്ടിലും 3-4 പ്രവാസികളുണ്ടാവും, അച്ഛനോ മക്കളോ ഒക്കെ ആയിട്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. എത്ര കാലം ഇപ്പോൾ തിരിച്ചു വന്ന ഒരുത്തനോട് നീ ഇനി പോണോ എന്ന്. അപ്പോൾ ആദ്യകാലത്തൊക്കെ പറയുമായിരുന്നു, അയ്യോ പോവാതിരിക്കാൻ വയ്യ. എന്താ കാരണം? എന്താ ഇപ്പോൾ മതിയായില്ലേ, 10-30 കൊല്ലമായില്ലേ. ഇപ്പോൾ 78-ലാണ് സാറിന് ഓർമ്മയുണ്ടോ ഈ വിസ, ഗൾഫ് രാജ്യങ്ങളുമായുള്ള വിസ ഉദാരമാക്കിയതിൽ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റാണ്. അന്ന് മുതൽ ഈ വിസകളിലൊക്കെ നേരിട്ട് വിസ തന്നെ എടുത്ത് പോകാൻ തുടങ്ങി. എഗ്രിമെൻറ്റ് വിസ എന്നാണ് പറയുക, എഗ്രിമെൻറ്റ് വിസ അല്ലെങ്കിൽ ഫ്രീ വിസ എന്ന് വെച്ചാൽ അവിടുത്തെ സൗദി പൗരന്മാർക്ക്, അറേബ്യൻ പൗരന്മാർക്ക് ഒരു കടലാസിൽ എഴുതി കൊടുത്താൽ വിസ കൊടുക്കാം. അതിൻ്റെ ഏജൻറ്റുമാരുണ്ടായി, വലിയ വിസ കച്ചവടം ഉണ്ടായി, തട്ടിപ്പൊക്കെ അതിൻ്റെ അനുബന്ധമായിട്ടുണ്ടായി. പക്ഷേ പോസിറ്റീവായ സംഗതി ഒരു ഗവൺമെൻറ് നടപടിയാണ്. നമ്മുടെ ഗവൺമെൻറ്റും അറേബ്യൻ UCC രാജ്യങ്ങളുമായിട്ടുള്ള ഗവൺമെൻറ്റും തമ്മിൽ, GCC രാജ്യങ്ങളുമായിട്ടുള്ള ഗവൺമെൻറ്റും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ലേബർ ആവശ്യം പോലെ വരാനും പോകാനും ഒക്കെയുള്ള ഉദാരമാക്കി. അപ്പോൾ എന്തായാലും ഈ 78-ന് ശേഷം വന്ന ആളുകൾ ഇപ്പോൾ ഒരു ആദ്യത്തെ 10-30 കൊല്ലത്തിൽ എന്താ തിരിച്ചു പോരാ? ഒന്നാമത് അവർക്ക് ചില്ലറ വരുമാനമുള്ള പണികളാണ് ചെയ്യുക. പലരും സ്വന്തമായി എൻ്റർപ്രണർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. പിന്നെ ഇവർ ഈ കണ്ട ബൂഫിയ എന്ന് പറഞ്ഞാൽ ചായക്കടയിലൊക്കെ ജോലിക്ക് നിൽക്കുന്നതിന് പകരം, ഈ ഓഫീസ് ബോയും ഒക്കെ ആയിട്ട് നിൽക്കുന്നതിന് പകരം ഇവൻ 10 റുപ്യ എങ്ങനെയെങ്കിലും ഒരു കൂട്ടിയിട്ട് അവിടെ ചെറിയ ചായക്കട തുടങ്ങി. വലിയ ഇവരങ്ങനെയാണ് എൻ്റർപ്രണേഴ്സ് ആയി തുടങ്ങി. അതിൻ്റെ പരിശീലനം കിട്ടി. ആ പൈസ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ആദ്യകാലത്ത് ഇവൻ്റെ വരുമാനം ആ വരുമാനം കൊണ്ട് ഏത് ഗൾഫുകാരൻ വന്നാലും നമ്മുടെ വില്ലേജ് ഓഫീസർ ഇവന് പണിയൊന്നുമില്ല എന്നായിരുന്നു എഴുതി തന്നിരുന്നത്. വരുമാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇവൻ്റെ വരുമാനത്തിന് ഒരു പ്രൂഫ് ഉണ്ടായിരുന്നില്ല. ഹുണ്ടിക വന്നിരുന്നത്, കുഴൽപ്പണ നയങ്ങൾ പറയാം. അങ്ങനെ കുറേ ആളുകൾ ജീവിച്ചിരുന്നു. അത് പലപ്പോഴും മുങ്ങിപ്പോവും, തട്ടിപ്പോവും, കുറേ കാശ് കിട്ടിയാൽ കിട്ടി, അങ്ങനെ ജീവിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഒക്കെ അക്കൗണ്ടിലൂടെ വരാൻ തുടങ്ങി. ഇവൻ്റെ കയ്യിൽ NRI പാസ്ബുക്ക് ഉണ്ട്. ഇവന് എങ്ങനെ വേണമെങ്കിലും ഈ ആരുടെ മുമ്പിലും ഇവന് ലോണ് കിട്ടാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഇത് വന്നു. ഒടുവിലത്തെ ഒരു വ്യത്യാസം കൂടി ഞാൻ പറയും. ഇപ്പോൾ വന്ന വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ വരുന്നവരൊക്കെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ വരാൻ തുടങ്ങിയത്. ഒന്ന്, ഇവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അന്നൊക്കെ ആദ്യകാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പ്രവാസികൾ എന്താ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അവൻ പറയുന്നൊരു ഉത്തരമുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഷേ ആയിട്ടില്ല, 4 പെങ്ങന്മാരാണ്, 3 ആളെ കെട്ടിച്ചു, ഇനി ഒരാളും കൂടി ഉണ്ട്. അപ്പോഴത്തേന് എൻ്റെ കുട്ടി വലുതായി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മോള് വലുതായി തുടങ്ങി, അവനെ കെട്ടി. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ചെറിയ വീട് വെക്കണം. ഒരു ട്രാപ്പാണ്. ആ സാധുവിന് ഒരിക്കലും തിരിച്ചു പോരാൻ കഴിയില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വളർന്നു വന്ന ഒരു പ്രവാസി. ആവശ്യങ്ങളുടെ പട്ടിക എങ്ങനെ കൂടും ഓരോ കൊല്ലം തോറും. അതാണ് പത്തേമാരി സിനിമ. പക്ഷേ മാഷ് പറയുന്നത് ഇപ്പം അതല്ല അവസ്ഥ. വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം ഞാൻ സാറിനോട് പറയാം. ഞാൻ എൻ്റെ കരളിൽ കൊണ്ട അനുഭവം ഞാൻ പറയാം. ഇപ്പം തിരിച്ചു വരുന്നവൻ ഈ പായാരങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ അവനുണ്ടാവും. പക്ഷേ അവൻ്റെ മറുപടി തിളക്കമുള്ളൊരു മറുപടിയാണ്, ഉജ്ജ്വലമായൊരു മറുപടിയാണ്. എന്താണ് നിർത്താനായില്ലേ? 10-30 കൊല്ലമായില്ലേ? ഇല്ല സാറേ, നിർത്താനായില്ല. എന്താ കാരണം എന്നറിയോ? എൻ്റെ മൂത്ത കുട്ടി MSc മൈക്രോബയോളജിക്ക് പഠിക്കുകയാണ്, മൂത്ത മോള്. രണ്ടാമത്തെ മോള് എൻജിനീയറിങ് IT ട്രേഡിൽ 4ാമത്തെ സെമ്മിന് പഠിക്കുകയാണ്. അതൊന്നും മുഴുവനാക്കട്ടെ എന്നിട്ട് വരാനാ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി നരകയാതന നാട് വിട്ടു പോയിരുന്ന മനുഷ്യൻ ഇന്ന് പെൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ്. മാത്രമല്ല അതുണ്ടാക്കിയ സാമൂഹ്യ മാറ്റം വളരെ വലുതാണ്. സാമൂഹ്യ മാറ്റം ചെറുതല്ല. ഈ സ്ത്രീധനം, ഞങ്ങളെ മുസ്ലിംമാർ വയല് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരുത്തനും സ്ത്രീധനം വാങ്ങാതിരുന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീധനം പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ തലേന്ന് പോയി വാങ്ങും. അതേ സമയത്ത് ഇന്ന് സ്ത്രീധനം, മലബാറിൽ സ്ത്രീധനം പൊതുവെ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതായിരിക്കുന്നു. അത് ഇല്ലാതാക്കിയത്
ഈ വിദ്യാഭ്യാസം. വലിയ മാറ്റം. മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 16 വയസ്സാക്കണം എന്ന് പറഞ്ഞിട്ടൊരു മതസംഘടന കോടതിയിൽ പോകാൻ നോക്കി. പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് 21 വയസ്സ് മതി. അത് വലിയ മാറ്റമല്ലേ? ആ മാറ്റം കൊണ്ടാണ് ആത്മവിശ്വാസം. അതാണ്. അപ്പോൾ ഗൾഫിൽ നിന്നുള്ള മടക്കം കൊണ്ട് ഈ മറ്റേ വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി വീട്ടിലുണ്ട്, ആൺകുട്ടി വീട്ടിലുണ്ട്. മടങ്ങി വന്നാലും കുഴപ്പമില്ല, ഇവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാധ്യതകൾ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, യഥാർത്ഥത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത് വിദ്യാഭ്യാസത്തിൽ. അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാം, ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നതാണ് സുഖം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.